ഹായ്, അപ്പോൾ വ്ളോഗ് ട്വിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ തൃശ്ശൂരിലേക്കാണ് കേട്ടോ. ഇന്നത്തെ യാത്രയ്ക്ക് ഒരു റീസണും കൂടെ ഉണ്ട്. അനിയത്തിക്ക് തൃശ്ശൂർ KKTM കോളേജിലാണ് കേട്ടോ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. എനിവേയ്സ് അവർ മുന്നേ പോയിട്ട് അവിടെ ചേർന്നുണ്ട് കേട്ടോ. ഉമ്മച്ചി ഇപ്പച്ചിയും അനിയത്തിയും കൂടെ പോയിട്ട് അന്ന് കോളേജൊക്കെ കണ്ട് അവിടെ ചേർന്ന് പോകുന്നതാണ്. പക്ഷെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ഓളെ കോളേജിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോസ്റ്റലിൽ ആക്കിയിട്ട് പോരാൻ വേണ്ടിയിട്ട് പോവാണ്. അവളെ ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്. പിന്നെ അറിയാലോ, മക്കളൊക്കെ ആയിട്ട് എവിടെയെങ്കിലും പോവാന്നെങ്കിൽ കയ്യിൽ എന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ കരുതണമല്ലോ. അവൾക്ക് എപ്പോഴും ഒന്ന് റീഫ്രഷ് ആവാനുള്ള സമയവും കൊടുക്കേണ്ടി വരും. നമ്മൾ മലപ്പുറത്ത് നിന്ന് തൃശ്ശൂർ ജില്ലയ്ക്ക് അധിക ദൂരമൊന്നുമില്ലെങ്കിലും ഏകദേശം ഒരു 165 കിലോമീറ്ററോളം വരുന്നുണ്ട് യാത്ര. അപ്പോൾ ഒരു 4 മണിക്കൂർ വണ്ടിയിൽ യാത്ര ചെയ്യണം അങ്ങോട്ട് എത്തണമെങ്കിൽ. അപ്പോൾ പോണ വഴിയിൽ നമ്മൾ ചായയും സ്നാക്സൊക്കെ കഴിച്ച് ഒന്ന് റീഫ്രഷ് ആയിട്ടാണ് പോണത് കേട്ടോ. പിന്നെ ഇതാ നമ്മളെ നാഷണൽ ഹൈവേ 66 ആണ് ഈ കാണുന്നത്. ഏറ്റവും സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട് കേട്ടോ ഈ റോഡൊക്കെ. ഡയറക്റ്റ് നമുക്ക് കാസർഗോഡ് തിരുവനന്തപുരം വളരെ ഈസി ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ. ഇടയിൽ കണ്ട ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച വള്ളംകളിക്കുള്ള പ്രാക്ടീസ് ആണെന്നാണ് കേട്ടോ കണ്ടിട്ട് തോന്നുന്നത്. എന്തായാലും അത് ഷൂട്ട് ചെയ്യാൻ പറ്റും. 4 മണിക്കൂർ ഒന്നിച്ച് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ടഫായിരിക്കും ഇവാനുവിനൊക്കെ ആയിട്ട് എന്ന്. പക്ഷേ മാഷാ അല്ലാഹ് നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉമ്മച്ചി ഉള്ളതുകൊണ്ട് ഉമ്മച്ചി നല്ലോണം അവനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു വണ്ടിയിൽ നിന്ന്. നമ്മൾ എവിടെയും വണ്ടി നിർത്തിയിട്ടൊന്നുമില്ല അധികമൊന്നും. നമ്മൾ ആ സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ടും ഇടയ്ക്കൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും മാത്രം വണ്ടി നിർത്തിയിട്ടുള്ളൂ. ഇതാണ് അവളെ കോളേജ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ഉപ്പച്ചി എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കോളേജിൻ്റെ ആ റോഡിന് പോകുന്നത്. കോളേജ് കണ്ടു. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു ഹോസ്റ്റലിലാക്കാൻ വേണ്ടിയിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഹോസ്റ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് അത്യാവശ്യമായിട്ടുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിൻ്റെ അടുത്തി അവിടുന്ന് ഓളെ ലഗേജും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി റെഡി ആവാൻ കേട്ടോ. ഗേറ്റ് കാണുന്നതാണ് കേട്ടോ ഓളെ വീട്. അപ്പോൾ ഇതാ നിശ്വാസമൊക്കെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കൊണ്ടാക്കാനുള്ളൊരു ഉത്സാഹത്തിലാണ്. അത്ര നേരം യാത്ര ചെയ്ത ക്ഷീണമൊന്നും ഇല്ല. ഓൾക്ക് അവിടെ എത്തിയപ്പോൾ ഒരു ഉഷാറായി. ഓൾക്ക് യൂണിഫോമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഡെയിലി മാറ്റിയിടാൻ വേണ്ടി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കുറേ എടുത്തിട്ടുണ്ടായിന്. എന്തായാലും അവളവിടെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. ബൊലീവിയ എന്നാണോ അല്ല നിൽക്കണ ഈ ഒരു ഇതിൻ്റെ പേര് കേട്ടോ. ഉമ്മച്ചി ഭയങ്കര സങ്കടത്തിലായിരുന്നു കേട്ടോ. അവളാക്കി തിരിച്ചു പോരുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. ഒന്നാമത് അവൾക്ക് വീട് വിട്ട് തീരെ ശീലമല്ല. അപ്പോൾ അങ്ങനെ വീട് വിട്ട് നിന്നിട്ടില്ല അതുവരെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉമ്മച്ചിക്കും ഉണ്ട് ഓൾക്കും ഉണ്ട്. കാരണം ഞാനും അനിയനും എന്തായാലും ഉമ്മച്ചിൻ്റെ അടുത്തില്ല. അപ്പോൾ ഓളുമായിട്ടാണ് ഉമ്മച്ചി കൂടുതൽ അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പം ഉമ്മച്ചിക്ക് ഓളല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അവളാക്കി പോന്നപ്പം ഭയങ്കര സങ്കടം. പിന്നെ ഉമ്മച്ചി ഇല്ലാതൊരു കാര്യം ചെയ്യാനും നമുക്ക് എല്ലാം ശീലമാവുന്ന നല്ലതാണ്. എന്നാലും ഒന്ന് മാറി നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് രണ്ടാൾക്കും ഉണ്ട് കേട്ടോ. എന്തായാലും അടുത്തേക്ക് മാറി കിട്ടുകയാണെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോരണം എന്നൊക്കെ ഉണ്ട്. അതാണ് മനസ്സിൽ ഇപ്പോൾ അവിടെ പോയി ചേർന്നപ്പോഴും തിരിച്ച് നാട്ടിലടുത്ത് എവിടെയെങ്കിലും കോളേജിൽ കിട്ടുമോ നോക്കണം എന്നൊക്കെ പറ്റി പറയുന്നുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ്. എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ വീണ്ടും പുതിയ വിശേഷങ്ങളായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.